ഒരു വിധി LDFനെതിരെ കിട്ടാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. 1% പോലും പങ്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 2006 കിട്ടിയ വിധി, 2006 LDFന് കിട്ടിയ വിധിയിൽ അന്ന് VS അച്യുതാനന്ദൻ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കിയാലോ എന്നത് മീഡിയ വൺ എന്ന ചാനൽ മാത്രം, സ്വയമന കോമ ഇട്ടെടുത്ത് ഞാനത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഈ പറഞ്ഞത് മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനൽ മാത്രം, കേരളത്തിൽ വേറെ ഒരു ചാനലും ആ നിലയിൽ ഔട്ട്റൈറ്റ് ആയിട്ടത് പറഞ്ഞില്ല. ആ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഏത് റൂത്ത്ലെസ് ആയിട്ടുള്ള മാർഗവും അവലംബിക്കാൻ മടിയില്ലാത്ത പാർട്ടിയാണ് CPM. വർഗീയ ലഹളകൾ വരെ അവർക്കുണ്ടാക്കാൻ പറ്റും. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ KM ഷാജി. ഈ കോൺഗ്രസിലെ ചേരി തിരിഞ്ഞുള്ള പോർവിളികളും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലിയും ജനങ്ങളാകെ വശം കെട്ടു. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ഇപ്പോൾ നമ്മൾ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഒരു പരിഹാസത്തോടെ ചോദിക്കുകയാണ്, ആരാണ് മുഖ്യമന്ത്രി? ഇത് വോട്ടെടുപ്പിന് മുമ്പ് ഇടതുപക്ഷം ചോദിച്ചൊരു ചോദ്യമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചൊരു ചോദ്യമാണ്, ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന്. അപ്പോൾ പറഞ്ഞു, കരുത്തുറ്റ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട്, ഞങ്ങൾ റിസൾട്ട് വന്ന് മണിക്കൂറുകൾക്കകം ഏകകണ്ഠമായി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന്. അതിനൊന്നും ഒരു മാർഗവുമില്ല. ഇപ്പോൾ റീലുകൾ വെച്ച് മത്സരിക്കുന്നു, പരസ്പരം പ്രസ്താവനകൾ ഇറക്കി മത്സരിക്കുന്നു. എന്തൊരു ദുര്യോഗമാണ്. ഏറ്റവും ഒടുവിലിതാ മുസ്ലിം ലീഗ് ഈ പ്രശ്നത്തിൽ പരസ്യമായി ഇടപെടും എന്ന സൂചന ഇന്നലെ നൽകിയിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ കൈവിട്ട് പോകുമോ? രണ്ടായിട്ട് കാണണമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, സ്വയമൻ ആദ്യം പറഞ്ഞൊരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ എങ്ങനെയാണതിനെ വിശദീകരിക്കുക എന്ന് എന്നെപ്പോലുള്ളവർക്ക് എങ്ങനെയാണതിനെ വിശദീകരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ പൊതുപ്രവർത്തകനായിട്ടുള്ള എന്നെ സംബന്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞ 5 വർഷക്കാലം ഓരോ ദിവസവും ഇടതടവില്ലാതെ ഈ ജനവിരുദ്ധ ദുഷ്ട ക്രൂരമായിട്ടുള്ള ഭരണകൂടത്തിനെതിരെ ഒരധികാരവുമില്ലാതെ ഒരു പണവും സ്വാധീനവും ഒന്നുമില്ലാതെ സമരം ചെയ്ത ഒരാളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 2007 എന്നെ പിടിച്ച് ജയിലിലിട്ടു. അതിനുശേഷം 2025 കസ്റ്റഡിയിലെടുത്തു, എൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. ഇതൊക്കെ നേരിട്ട് 2017 ജയിലിലിട്ടു, 2025 കസ്റ്റഡിയിലെടുത്തല്ലോ പിന്നീട് മറ്റേ സ്ത്രീയുമായി ബന്ധം. അപ്പം ഇതെല്ലാം തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം അല്ലെങ്കിൽ 10 വർഷക്കാലം ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ ചെയ്തത് ഈ ദുഷ്ട ഭരണകൂടത്തിനെതിരായി ഒരു ജനവിധി വളർത്തിയെടുക്കുക എന്നുള്ളതായി. അപ്പം ഞങ്ങൾ ചെയ്തത് എന്താണെന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾക്ക് മനസ്സിലുണ്ട്. അതാരും ഞങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന്. പക്ഷേ ഇപ്പം ജനം പറയുന്നത് ഇതിനേക്കാൾ ഭേദം പിണറായി ആയിരുന്നു. അല്ല, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ജനത്തിന് ഇത് പറയാനുള്ള അവകാശമുണ്ട്. മറുഭാഗത്ത് UDF എന്ന് പറഞ്ഞ ഇപ്പോൾ അധികാരത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഈ സംവിധാനം കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഈ സർക്കാരിനെതിരെ എന്താണ് ചെയ്തത് എന്നും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതങ്ങേയറ്റം ജനവിരുദ്ധവും ജനവിധി അട്ടിമറിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് 100% ശരിയാണ്. കാരണം UDFൻ്റെ ആളുകൾക്കും ഈ കോൺഗ്രസിൻ്റെ ആളുകൾക്കും ഒക്കെ മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വിധി LDFനെതിരെ കിട്ടാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. 1% പോലും പങ്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 2006 കിട്ടിയ വിധി, 2006 LDFന് കിട്ടിയ വിധിയിൽ അന്ന് VS അച്യുതാനന്ദൻ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കിയാലോ ഈ വിധി കിട്ടാൻ പോകുന്നത് ജനങ്ങളുടെ ഇച്ഛാശക്തിയും ആർജവവും അവർക്കൊരു ഭരണകൂടത്തിനെ അധികാരപുഷ്ടമാക്കണം എന്നുണ്ടായിരുന്ന അവരുടെ ആഗ്രഹത്തിന് മേൽ മാത്രം കിട്ടാൻ പോകുന്ന ഒരു വിധിയാണ്. ഈ മുഖ്യമന്ത്രി തർക്കം കൊണ്ടുവന്ന് ഇത് പരിപൂർണമായും ഇല്ലാതാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ എത്രയോ മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണ്ണയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായ പുകിലുകൾ നമ്മൾ കണ്ടതാണ്. മനസ്സിലായി? ഇപ്പോഴും അത് ആ നിലയിൽ ആവർത്തിക്കുകയാണോ എന്നുള്ള സംശയം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ജനങ്ങൾക്ക് ഈ സർക്കാരിനെ താഴെ ഇറക്കണമെന്നുണ്ടായിരുന്നു. അവരവരുടെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനെ സമചിത്തതയോടുകൂടി കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിധി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ AICCയുടെ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ആ നിലയിലൊരു ആളെ തീരുമാനിക്കുന്നതിന് പകരം
ഏറ്റവും മോശമായ നിലയിൽ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതിനകത്തിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്കത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ ചർച്ചയിൽ എനിക്ക് വിശദമാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. നമുക്കറിയാം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളത് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്, അതിൽ ആരും തർക്കമില്ല. പക്ഷേ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട UDFിലെ ഒരു ഘടകകക്ഷി ആയതുകൊണ്ട് മുസ്ലിം ലീഗിനോട് ഒരു അഭിപ്രായം ചോദിക്കും എന്നുള്ളത്. പക്ഷേ അഭിപ്രായം അത് മാൻഡേറ്ററി അല്ല, ആ അഭിപ്രായം തന്നെ കോൺഗ്രസ് തീരുമാനിക്കണമെന്നില്ല. പക്ഷേ അതൊരു കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കം ഇത്തവണയും ഉണ്ടാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ചർച്ചയിൽ സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മുസ്ലിം ലീഗ് എന്ത് തീരുമാനമായിരിക്കണം എടുക്കേണ്ടതെന്ന് സംബന്ധിച്ച് എൻ്റെ ചില നിരീക്ഷണങ്ങൾ, അത് സോയ്മോൻ്റെ നിരീക്ഷണങ്ങളുമായിട്ട് ചേർന്ന് പോകണം എന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം സോയ്മോൻ നിഷ്പക്ഷമായിട്ടുള്ളൊരു യൂട്യൂബ് നടത്തുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ചില നിലപാടുകൾ ഉണ്ടാവുമല്ലോ, അതാണ് ഞാനൊന്ന് വിശദീകരിക്കാൻ പോകുന്നത്. ഇപ്പം ഇന്നലെ മിനിഞ്ഞാൻ നോക്കിയായി വന്ന ഒരു വാർത്തയുണ്ട്, PK ബഷീർ VD സതീശനെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഏതൊരു ഉന്നതതല യോഗം അവിടെ ചേർന്നു. മുസ്ലിം ലീഗിൻ്റെ ഉന്നതതല യോഗം ചേർന്നതിനെ തുടർന്ന് മുസ്ലിം ലീഗ് VD സതീശനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു എന്നുള്ള നിലയിൽ കേരളത്തിലെ ഒരു ദൃശ്യ മാധ്യമം ഇന്നലെയും മിനിഞ്ഞാന്നുമായി പ്രചണ്ഡമായ പ്രചരണവുമായി രംഗത്തുണ്ടായിരുന്നു. മറ്റൊന്നുകൂടിയുണ്ട്, പാണക്കാട് തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് VD സതീശൻ, തങ്ങൾക്ക് ഒരു പ്രിയ ശിഷ്യൻ എന്നതുപോലെയാണ്, അടുത്ത സുഹൃത്താണ്. അപ്പോൾ സതീശനെ വിട്ടൊരു കളി പാണക്കാട് തങ്ങളില്ല എന്നത് മീഡിയ വൺ എന്ന ചാനൽ മാത്രം. സോയ്മനെ കോമ ഇട്ടെടുത്ത് ഞാനത് കംപ്ലീറ്റ് ചെയ്യാണ്. ഈ പറഞ്ഞത് മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനൽ മാത്രം, കേരളത്തിൽ വേറെ ഒരു ചാനലും ആ നിലയിൽ ഔട്ട്റൈറ്റ് ആയിട്ടത് പറഞ്ഞില്ല. അല്ല, അവർക്ക് പറയാൻ അവകാശമുണ്ട്. കാരണം ഇക്കുറി UDF ജയിച്ചു വരുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഏകോപനവും അവരുടെ വോട്ടുകളുടെ ഒരു സമീകൃത ഭാവവും ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരാവണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു ധാരണയുണ്ടാവും. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് വളരെ പ്രകടമായി. സോയ്മൻ എങ്ങനെ പ്രകടമായി? രണ്ട് കാര്യമുണ്ട് അതിനകത്ത്. ഒന്ന്, ഈ മാധ്യമം മാത്രമാണ് ചടുലമായി അത് കഴിഞ്ഞ 1-2 ദിവസമായി പ്രകടിപ്പിച്ചത്. രണ്ട്, ആ യോഗത്തിൽ എന്താണ് നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ യോഗത്തിനുള്ളിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത്, ലീഗ് നേതാക്കൾ നിശബ്ദരാണ്, ഞാനതിലേക്കാണ് വരുന്നത്. എനിക്കതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ചർച്ച ഏതോ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ PK ബഷീർ പരോക്ഷമായി, PK ബഷീർ പോലും നമ്മൾ സതീശനെ പിന്തുണയ്ക്കണം എന്ന് പേരെടുത്ത് പറഞ്ഞില്ല, പരോക്ഷമായി സതീശനെ പിന്തുണയ്ക്കണം എന്നുള്ള നിലയിൽ അഭിപ്രായം പറയുകയും ആ യോഗത്തിൽ ഒരാൾ പോലും അതിനെ വൗച്ചിയതുകൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് ഒരഭിപ്രായം പറഞ്ഞില്ല. അല്ല, രണ്ട് കാരണങ്ങൾ. ഒന്ന്, വെള്ളാപ്പള്ളി അടുത്ത ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തലയെ വല്ലാണ്ട് പിന്തുണച്ചു, അത് ലീഗിനെ പ്രകോപിപ്പിച്ചു. വെള്ളാപ്പള്ളി അടുത്ത കാലത്തായി കടുത്ത മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്താറുണ്ട്. മറ്റൊന്ന്, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ മുന്നിൽ കീഴടങ്ങില്ല എന്ന് സതീശൻ ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ അക്കാര്യത്തിൽ സംശയമുണ്ട്. അല്ല, ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ വിഷയങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ പോലും മുസ്ലിം ലീഗ് സതീശന് അനുകൂലമായി തീരുമാനമെടുത്തു എന്ന മീഡിയ വണ്ണിൻ്റെ പ്രചരണം പൂർണ്ണമായും തെറ്റും വാസ്തവ വിരുദ്ധവുമാണ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് കാണേണ്ടത്. സോയ്മൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മീഡിയ വണ്ണിൻ്റെ പ്രചരണത്തിൽ വന്ന കാര്യങ്ങളാണ്. ആ യോഗത്തിൽ അങ്ങനെ വന്നിട്ടില്ല, ചർച്ച വന്നില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, മീഡിയ വണ്ണിന് ഇതിനകത്തുള്ള താല്പര്യം എനിക്കൊന്നത് ഇതിനു മുമ്പ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മീഡിയ വൺ അല്ല, സമുദായ താല്പര്യം. അല്ല, മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനല് മുന്നോട്ട് വെക്കുന്ന ഒരു താല്പര്യം എന്ന് ഞാൻ പറയും. അത് അജണ്ട, അത് സമുദായ താല്പര്യം എന്നൊക്കെ സ്വയം വേണമെങ്കിൽ പറഞ്ഞു, അതിനകത്ത് എനിക്ക് തെറ്റില്ല. പക്ഷേ മീഡിയ വൺ ഇതിനകത്തൊരു അജണ്ട ഉണ്ട്. ആ അജണ്ട വളരെ നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എനിക്കൊന്ന് ഏതാണ്ട് ഒരു 1.5 മാസം മുമ്പ് ആണ് ആദ്യമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി ഈ മീഡിയ വണ്ണിലെ നിഷാദ് റാവുത്തർ എന്ന് പറഞ്ഞ ആളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പോലും ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായി കാണാൻ താല്പര്യമുള്ളത് VD സതീശനെയാണ് എന്ന് ഏതാണ്ട് എനിക്കൊന്ന് 2 മാസം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അതേ KM ഷാജി പറഞ്ഞിരുന്നു, ഇനി തെരഞ്ഞെടുപ്പ് വിജയിച്ചു വരുന്നത് സമുദായത്തിന് ചില താല്പര്യങ്ങളുണ്ട്, അവ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. 10 വർഷം ആ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. അത് സംരക്ഷിക്കും പറഞ്ഞിട്ടും മതമാണ് പ്രശ്നം. മനസ്സിലായി. അപ്പോൾ
അത് നേരത്തെ തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അന്ന് ഷാജി അത് പറഞ്ഞപ്പോഴും ഇന്ന് ഈ മുസ്ലിം ലീഗിൽ ഈ യോഗം കൂടിയപ്പോഴും ഈ സതീശനാണ് മുസ്ലിം ലീഗിൻ്റെ താല്പര്യക്കാരൻ എന്നുള്ള നിലയിലുള്ള ഒരു നിലപാടും മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടില്ല. 1.5 മാസം മുമ്പ് ഷാജി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ. അഭിപ്രായം പറഞ്ഞ സമയത്തും ശരിക്കും കുഞ്ഞാലിക്കുട്ടി അത് ആ നിലയിലേക്കും മുന്നോട്ട് പോകാതെ ഇരിക്കുകയാണ് ചെയ്തത്. ഇപ്പം ചർച്ച നടന്നപ്പോഴും ഇയാളുടെ കാര്യത്തിൽ പൊതു പിന്തുണ വന്നില്ല. എന്നാൽ മുസ്ലിം ലീഗ് സതീശന് വേണ്ടിയാണെന്നുള്ള അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനൽ മാത്രം 1.5 ദിവസം കൊണ്ടുകിടന്നു. അപ്പോൾ ഇതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ പാണക്കാട് തങ്ങൾ ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ സതീശനോട് അമർഷം ഈ PV അൻവർ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നു. അൻവറിനെ UDF കൊണ്ടുവരണം എന്ന് പാണക്കാട് വീട്ടിൽ വെച്ചാണ് തീരുമാനമെടുക്കുന്നത്, കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ഒക്കെ ചേർന്ന്. പക്ഷെ പിന്നീട് VD സതീശൻ അതിന് നഖശികാന്തം എതിർത്തിരുന്നു. പക്ഷെ ഒടുവിൽ തങ്ങളുടെ നിർദ്ദേശത്തിന് സതീശൻ വഴങ്ങി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് പാണക്കാട് വീട്ടിൽ പോയി വലിയ ഭക്ത്യാദരങ്ങളോടെ സതീശൻ നിന്നു. അതിനുശേഷം തങ്ങളുമായും മുസ്ലിം ലീഗ് സംവിധാനവുമായും വലിയ തോതിൽ സമരസപ്പെട്ട ഒരു സതീശനെയാണ് കാണുന്നത്. സോമൻ 100% സോമൻ പറഞ്ഞത് ശരി. സമുദായ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിലുള്ള അജണ്ട എന്നതും വ്യക്തം. പക്ഷേ സമുദായ താല്പര്യം സംരക്ഷിക്കാൻ മുസ്ലിം ലീഗ് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എടുത്തിട്ടില്ല. സൗമ്യം പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടാവാം. ഈ പാണക്കാട് തങ്ങളുടെ അടുത്ത ആളായി സതീശൻ മാറിയിട്ടുണ്ടാവും. പക്ഷേ മുസ്ലിം ലീഗിൽ നിന്ന് ഔട്ട്റൈറ്റായിട്ട് തങ്ങൾ സതീശൻ്റെ കൂടെയാണ് എന്നൊരു നിലപാട് അവർ പുറത്ത് പറഞ്ഞിട്ടില്ല, അവരുടെ കമ്മിറ്റിക്കകത്തും പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് എനിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാകുക. അപ്പോൾ സ്വാഭാവികമായും സമുദായ താല്പര്യം സതീശന് വേണ്ടിയാണെന്ന് മുസ്ലിം ലീഗ് പറയുന്നില്ല, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറയുന്നില്ല. പക്ഷേ സതീശനാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് മീഡിയ വൺ പ്രചരണം നടത്തുന്നു. ഇതിനകത്തൊക്കെ ചില ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അന്തർലീനമായിട്ടുണ്ട് എന്നുള്ള കാര്യം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ഒന്ന് മനസ്സിലാക്കണം എന്നാണ് പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതെന്ത് പഴയ ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച പഴയൊരു ചരിത്രമുണ്ട്. ഒരിക്കൽ AK ആന്റണി ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ തോതിൽ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നൊരു പ്രസ്താവന, ആ പ്രസ്താവനയായിരുന്നു പിന്നീട് ലീഗിനോടും ഒരു വിഭാഗത്തോടും കേരളത്തിൻ്റെ ഒരു പൊതുധാരയ്ക്കുണ്ടായ അമർഷത്തിന് കാരണമെന്നാണ് ലീഗ് പിന്നീട് വിശദീകരിച്ചത്. അതിനുശേഷം 2011-16 കാലഘട്ടത്തിൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല, VK ഇബ്രാഹിം കുഞ്ഞടക്കമുള്ള ചില ലീഗ് മന്ത്രിമാർക്കും നേതാക്കൾക്കുമെതിരെ വിജിലൻസിനെ ഉപയോഗിച്ച് ചില കളികൾ നടത്തി. അതിൽ ഇപ്പോഴും അമർഷമുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം നടക്കുകയാണ് ഇപ്പോഴും. അല്ല സോമനെ, ഞാൻ പറഞ്ഞത് അതൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അന്തർധാരകളും അന്തർലീനമായിട്ടുള്ള ചില കാര്യങ്ങളും നമ്മൾ കാണണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ആൻ്റണി ഇത് പറയുന്ന സമയത്ത് കേരളത്തിൽ BJP എന്ന് പറഞ്ഞ സംവിധാനം അത്ര ശക്തമായിരുന്നില്ല. എനിക്കൊന്ന് 1991-96 കാലഘട്ടത്തിൽ പശ്ചാത്തലം കൂടിയുണ്ട്. കേരളത്തിൽ മാറാട് ആവർത്തിക്കും എന്നുള്ള ഒരു ഭീഷണിക്ക് മുന്നിലാണ് അത് പറയുന്നത്. പക്ഷെ അന്ന് BJP അന്നത്ര ശക്തമല്ല. 90കളുടെ തുടക്കത്തിൽ. ഇന്ന് BJP ഒരു നിർണായക ശക്തിയാണ്. BJP നിർണായക ശക്തിയാണ് എന്ന് പറയുന്നതിന് സമാനമായി തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം ഇന്ന് കൂടുതൽ പ്രകടമാണ്. അതിൻ്റെ കാരണം എന്തോ ആകട്ടെ, പഴയതിൽ നിന്നും വളരെ പ്രകടമാണ്. 1. 2, ഈ പ്രകടമായ വൈരുദ്ധ്യത്തിൽ തന്നെ BJPയുടെ ഹിന്ദു അനുകൂല സമീപനത്തിനോടൊപ്പമാണ് CPM എന്നുള്ളൊരു ചർച്ചയും ഇപ്പോൾ കാര്യമായിട്ട് വന്നിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് BJPക്കെതിരെ RSSനെതിരെ ശക്തമായ നിലപാടെടുത്ത പിണറായി വിജയൻ ഘടകം മറിഞ്ഞ് ആ മുസ്ലിം സമുദായത്തിനെ പോലും തള്ളി പറഞ്ഞ് ഈ ഇടതുചേരിയിലേക്ക് ഹൈന്ദവ സമുദായത്തെ കൂട്ടിക്കൊണ്ടു. എന്ന് മാത്രമല്ല 2021 14 മണ്ഡലങ്ങളിൽ RSS പിന്നെ CPMനെയാണ് സഹായിച്ചത് എന്നുള്ള നിലയിലും കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത്, ഹിന്ദു മുസ്ലിം വൈരുദ്ധ്യം വലിയ തോതിൽ കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. 2, ആ വൈരുദ്ധ്യം തങ്ങൾക്ക് അനുകൂലമായി മുതലെടുക്കാൻ വേണ്ടി BJPയുമായി വലിയ തോതിൽ പരസ്യമായിട്ടല്ലെങ്കിലും ചേർന്ന് നിൽക്കുന്ന
ഒരു CPM. അതെ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ് സോമനെ? കഴിഞ്ഞ ഒരു 6-7 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പുതിയൊരു ഡെവലപ്മെൻറ്റ് എന്താണ്? ക്രിസ്ത്യൻ മുസ്ലിം വൈരുദ്ധ്യം. അതെ. കാസ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായി. 2026 തെരഞ്ഞെടുപ്പിൽ അത് അത്ര പ്രകടമായിരുന്നു. അല്ല, 2026 അതൊരു വർഗീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല. അത് ഭരണവിരുദ്ധ വികാരവും ഇരുകൂട്ടരും, അതെ, മുസ്ലിം ന്യൂനപക്ഷവും അതെ, ക്രിസ്ത്യൻ ന്യൂനപക്ഷവും UDF-നോടൊരു ഈവൻ ഹിന്ദു ന്യൂനപക്ഷത്തിന്, ഹിന്ദു ഭൂരിപക്ഷത്തിന് പോലും വളരെ ശക്തമായി അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല. കാരണം അതിനെയൊക്കെ ഓവർ റൈഡ് ചെയ്യുന്ന പല പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ഈ അടിസ്ഥാനപരമായിട്ടുള്ള വർഗീയ ധാരകൾ കേരളത്തിൽ 10 മടങ്ങ് ശക്തമായി ഇപ്പം നിൽക്കുകയാണ് എന്ന് നമ്മൾ കാണണം. ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ട ആൾ ആരായിരിക്കണം എന്നുള്ള ചർച്ചയ്ക്ക് പ്രാധാന്യം വരേണ്ടത്. അവിടെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാം. അല്ല, ലീഗിന്റെ പാർലമെന്ററി ലീഡർ ആരായിരിക്കണമെന്ന് കോൺഗ്രസ് അഭിപ്രായം പറയുന്നതിന് തുല്യമല്ലേ? അല്ല, ഞാനത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ലീഗ് പറയുന്നത് ഒരു കീഴ്വഴക്കം മാത്രമാണ്. ലീഗ് പറയുന്നത് മാൻഡേറ്ററി അല്ല. ലീഗിന് മാൻഡേറ്ററി ആയിട്ട് പറയാനുള്ള അവകാശവും ഇല്ല. പക്ഷേ ലീഗിനകത്തൊരു കൺസെൻസസ് അത് കോൺഗ്രസ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഉണ്ടാകേണ്ടത് ആർക്കനുകൂലമാകുന്നതാണ് ലീഗിന് നല്ലത് എന്നാണ് ഞാനിപ്പം ഇവിടെ ഒന്ന് വിശദീകരിക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ചില രഹസ്യ നീക്കുപോക്കുകൾ ഇതിനകം തന്നെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രിയായി ചില ഫോർമുലയൊക്കെ ചിലരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാവും. അല്ല സുമന, ഞാൻ പറയുന്നത് അവിടെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നത് അതിന് അനുസൃതമായി ലീഗ് നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബാബറി മസ്ജിദ് പൊളിഞ്ഞ സമയം മുതൽ ലീഗ് എടുക്കുന്ന ഒരു മതേതര നിലപാടുണ്ട് കേരളത്തിൽ. അത് വലിയ തോതിൽ ശക്തിപ്പെട്ടു നിൽക്കുകയാണ്. ഇപ്പോൾ സോമൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ അതിശക്തമായി മുസ്ലിം സമുദായത്തിന് മുസ്ലിം ലീഗിനെതിരായിട്ടൊക്കെ നിലപാടെടുക്കുമ്പോൾ പോലും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഉരുളയ്ക്കുപ്പേരി പോലെ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് രംഗത്ത് വന്നിട്ടില്ല. അവരതിനെ തണുപ്പിക്കുക ചെയ്തിട്ടില്ല. മനസ്സിലായി? ഇപ്പം തന്നെ സോമൻ അവരുടെ കാര്യം ആലോചിക്കുക. സോമൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഉപമുഖ്യമന്ത്രി സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വരുമ്പോഴെല്ലാം തന്നെ മുസ്ലിം എടുക്കുന്നൊരു നിലപാടെന്താ? ഞങ്ങൾക്ക് അതിന് അവകാശമുണ്ട്, അതെ, പക്ഷേ ഞങ്ങൾ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കില്ല. മനസ്സിലായി? അത് ഭയങ്കരമായൊരു പോയിന്റാണ്. അതെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദു മുസ്ലിം വർഗീയതയുടെയും മുസ്ലിം ക്രിസ്ത്യൻ വർഗീയതയുടെയും പശ്ചാത്തലം മനസ്സിലാക്കി വേണം ലീഗ് ഒരു നിലപാടിലേക്ക് പോകാൻ. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. സോയിമാൻ അറിയാമല്ലോ, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്താണ് ഈ 5ാം മന്ത്രി പ്രശ്നം. അതെ, അതിഭീകരമായിട്ടുള്ള പ്രശ്നമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിരുന്നു ഒട്ടനവധി കാര്യങ്ങൾ. അതെ, അവിടെയും ഉമ്മൻചാണ്ടി മുസ്ലിം ലീഗിന് അഭിപ്രായത്തിന് വഴങ്ങിയാണ് 5ാം മന്ത്രി കൊടുത്തത് എന്നുള്ള ചർച്ച അന്ന് വളരെ സജീവമായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ കാണണം. എന്താ കാരണം? പക്ഷെ അതിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള രാഷ്ട്രീയ കളിയിലെ തന്ത്രജ്ഞതയും ഉമ്മൻചാണ്ടി പുറത്തെടുത്തില്ല. അല്ല, അതുണ്ടായിരുന്നില്ല ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അൾട്ടിമേറ്റ്ലി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗിന് മുന്നിൽ കീഴടങ്ങുന്നത്. അതിപ്പോൾ കൂടുതൽ പ്രസക്തമാണ്. എന്താണ്? ഇപ്പോൾ CPM-കാർ തന്നെ പരസ്യമായി പറയുന്നത് UDF എന്ന് കഴിഞ്ഞാൽ ആഭ്യന്തരം ജമാഅത്തിൻ്റെ ഇടയിലായിരിക്കുന്നു. മനസ്സിലായില്ലേ? മറുഭാഗത്ത് ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ CPM 3ാം തവണ ജയിക്കൂ എന്ന് കൃത്യമായി പറയുന്നു. അതെ. മറുഭാഗത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഫ്ലാഷ് പോയിന്റിലാണ് കേരളത്തിൽ നിൽക്കുന്നത്. ഈ ഫ്ലാഷ് പോയിന്റിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ മലബാറിലൊക്കെ ഉള്ളൊരു പൊതുവാദം എന്ന് പറഞ്ഞാൽ എന്താ സമീപനം? പൊതുവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പരിപൂർണമായി തവണ UDF-നെ പിന്തുണച്ചു. ഇതാണല്ലോ വാദം. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ആ വാദം ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സമുദായം മാത്രമല്ല, മറ്റു പല സമുദായങ്ങളും UDF-നെ അനുകൂലിച്ചിട്ട്, ഇപ്പം നായർ സമുദായം പരിപൂർണമായിട്ടും UDF-നെ അനുകൂലിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അപ്രസക്തമായി. അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അവരനുകൂലിച്ചിട്ടുണ്ട്. നാടാർ സമുദായം, അതെല്ലാം ഒരു അവകാശവാദമായി ഉന്നയിക്കരുത്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. മുസ്ലിങ്ങൾ UDF-നെ സഹായിച്ചെങ്കിൽ അത് പിണറായി വിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻ്റ് ഭാഗമായിട്ട് അവർ ചെയ്തതാണ്. നായന്മാരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായപ്പം ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം മുസ്ലിങ്ങൾ പരിപൂർണമായും ഇത്തവണ UDF-നെ സഹായിച്ചു എന്നുള്ളത് ഒരു അവകാശവാദമായി പറയുകയാണെങ്കിൽ 2021 മുസ്ലിം സമുദായം എന്താ ചെയ്തത്? 50-60% LDF-നെയാണ് അവർ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതൊരു അവകാശവാദമായി പറയും. നമ്മൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ കാലാവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ഞാനിപ്പം VD സതീശനെതിരായിട്ട് നിലപാടൊന്നും ഞാൻ എടുക്കുന്നില്ല. VD സതീശൻ കഴിവുള്ള ആളാണെങ്കിൽ കഴിവുള്ള സ്ഥാനത്ത് ഇരിക്കട്ടെ എന്നുള്ള കാര്യത്തിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല.
പക്ഷേ മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ടൊരു നിലപാടെടുക്കുമ്പം അവരുടെ മുന്നിൽ ഉണ്ടാവേണ്ടത് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് നിലനിർത്താനുള്ള ഒരു അജണ്ട ആയിരിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അങ്ങനെ ഒരു അജണ്ടയാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവരങ്ങനെ അല്ലാതെ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം എന്താ സംഭവിക്കുക? ഇപ്പം ഭൂരിപക്ഷം സീറ്റിൽ മുസ്ലിം ലീഗ് ചെയ്യും, 4 മന്ത്രിമാരെ അവർക്ക് കിട്ടും. അതോടൊപ്പം സതീശൻ എന്ന് പറയുന്ന അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയായി കൂടി വന്നാൽ, ഞാൻ പറഞ്ഞൊരു ഹൈപ്പോത്തറ്റിക്കലാണ്, വന്നാൽ ഇത് പിന്നെ മുസ്ലിം ലീഗിൻ്റെ കയ്യിലേക്ക് കേരളത്തിൻ്റെ ഭരണം പോയി എന്നുള്ള BJPയുടെയും CPMൻ്റെയും പിന്നെ ക്രിസ്ത്യൻ വർഗീയവാദികളുടെയും ഉൾപ്പെടെയുള്ള പിന്നെ വാദം ശരിയാണെന്ന് വരും. പക്ഷേ VD സതീശൻ ഒരു നിലപാടുള്ള വ്യക്തിയാണ് എന്ന് പൊതുവെ കേരള സമൂഹം കരുതുന്നു. അല്ല സോമന, ഞാനതൊന്നും തർക്കിക്കുന്നില്ല. VD സതീശൻ്റെ നിലപാടുകളെക്കുറിച്ചൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ നിലപാടുകൾ എന്ന് പറയുന്നതും ഭരണമെന്ന് പറയുന്നതും രണ്ടാണ്. മനസ്സിലായി? ഭരണം എന്ന് പറഞ്ഞാൽ ഭരണം ഇൻക്ലൂസീവായിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പല നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ നിങ്ങൾക്ക് എടുക്കുന്നതിന് യാതൊരു പരിമിതി നിങ്ങൾക്കില്ല. പക്ഷേ നിങ്ങൾ ഭരണത്തിലേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതേസമയം നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചിലരെയൊക്കെ വിമർശിക്കാം. അല്ല, ഇപ്പോൾ ഈ ക്രിസ്സംഖികളൊക്കെ തലപൊത്തി പൂഴിയിൽ ഒളിച്ചിരിക്കുകയാണ്. ലീഗ് എപ്പോഴെങ്കിലും ഒരു അപ്പർ ഹാൻഡ് എടുക്കുന്ന കാണുമ്പോൾ ഇതെല്ലാം തലപൊക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ 4 മന്ത്രിമാർ അവർക്ക് കിട്ടും. അതിൻ്റെ മുകളിൽ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ 5 മനസ്സിലായോ, അവർക്ക് താല്പര്യമുള്ള ഒരാൾ കൂടി മുഖ്യമന്ത്രിയായി വന്നാൽ സ്വാഭാവികമായും CPMനും BJPക്കും ക്രിസംഖികൾക്കും അതേ ഭരണം UDFിൻ്റെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ കയ്യിലേക്ക് പോയി എന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയുന്നത് ആത്യന്തികമായി ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗിനെയാണ് എന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് അല്ല, അത് കോൺഗ്രസിനെ അപകടപ്പെടുത്തും എന്നത് ശരിയാണെങ്കിലും ഒരു ഘട്ടത്തിൽ ലീഗിന് വേണമെങ്കിൽ CPMുമായി കൂട്ടിച്ചേരാം അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ്. അല്ല സോമന, ഞാൻ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞിട്ടാണല്ലോ. CPMൻ്റെ കൂടെ ലീഗ് ചേർന്നാൽ പോലും ഭൂരിപക്ഷം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. എന്ന് മാത്രമല്ല, അത് അസംഭാവ്യമാണ്. കാരണം എന്താണെന്നറിയാമോ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ CPMനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ അണികളാണ്. ആ അണികൾക്ക് ഒരിക്കലും CPMായിട്ട് ചേരുന്നൊരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ആളെ മുന്നിൽ നിർത്തുക എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് ലീഗ് പോയില്ലെങ്കിൽ അത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമൂഹ്യ കാലാവസ്ഥയിൽ വലിയ തോതിൽ വർഗീയത കുത്തിച്ചെലുത്താനും. ഇപ്പോൾ CPMനെ സംബന്ധിച്ച് സ്വയമെന്ന് ആലോചിച്ച് നോക്കൂ. CPM ദയനീയമായിട്ട് പരാജയപ്പെടും വിചാരിക്കുക, അല്ലെങ്കിൽ CPMൻ്റെ 50-55 സീറ്റ് കിട്ടും വിചാരിക്കുക. ഇനി അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ കിട്ടുമ്പോഴുള്ള അവസ്ഥ എന്താ? CPM ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാവുകയാണ്. CPMന് ഇപ്പം തന്നെ ഒരു സ്ഥലമേ ഉള്ളൂ. അപ്പം അങ്ങനെ അപ്രത്യക്ഷമാകുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് എങ്ങനെയെങ്കിലും ഇവിടുത്തെ അധികാരം തിരിച്ചു പിടിക്കുക, ഇവിടുത്തെ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ആയിരിക്കും. കാരണം അവർക്ക് എങ്ങനെയും തിരിച്ചു വരണം. ആ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഏത് റൂത്ത്ലെസ് ആയിട്ടുള്ള പിന്നെ മാർഗവും അവലംബിക്കാൻ മടിയില്ലാത്ത പാർട്ടിയാണ് CPM. വർഗീയ ലഹളകൾ വരെ അവർക്കുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് സോമൻ ആലോചിച്ച് നോക്കുക, 2005-ലോ 2006-ലോ മറ്റാണ് ഫസൽ വധക്കേസാണ്. ഫസലിനെ കൊന്നിട്ട് എന്താ ചെയ്തത്? തൂവാല ചോരയിൽ മുക്കിയിട്ട് അമ്പലത്തിൽ കൊണ്ടിട്ടിട്ടാണ് പോയത്. അത് 2006-ൽ ചെയ്ത പാർട്ടിയാണ് ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി. അപ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ കയറുമെന്ന് വിചാരിച്ചിരുന്ന അവർക്ക് അധികാരത്തിൽ പോലും വരാൻ പറ്റാതെ അവർ പോകുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് വരാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു സ്ഥിതി വരുമ്പോൾ ആ തളിപ്പറമ്പിലൊക്കെ കൊട്ടക്കണക്കിന് ബക്കറ്റ് കണക്കിന് ബോംബുകളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മനസ്സിലായി? പ്രത്യേകിച്ചും സ്വയം പറഞ്ഞ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് കണ്ണൂർ പാർട്ടിയിൽ വരെ ഇത്രയും വലിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഈ സർക്കാർ 5 വർഷം തുടർന്ന് ഒരിക്കലും അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഏത് വഴി വേണമെങ്കിലും. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന CPMന് ഏറ്റവും നല്ലൊരു വജ്രായുധമായിരിക്കും 5 മന്ത്രിമാരും മുസ്ലിം ലീഗിന് ഇഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രി. അല്ല, വലിയ ഭരണപരിചയം ഇല്ലെങ്കിൽ ലീഗിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ആവും. അല്ല ഞാൻ പറഞ്ഞ അതവിടെ നിൽക്കട്ടെ. അതിലേക്ക് അത് നമുക്ക് എനിക്കൊന്ന് വേറൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. അതിനകത്ത് കുറച്ച് വിശദാംശങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു സോഷ്യൽ ഫാബ്രിക് നിലനിർത്താനും കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ മുഖം നിലനിർത്താനും വേണ്ടി മുസ്ലിം ലീഗ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ പോലും അയാളെ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്
അപകടമാണ് എന്നാണ് എൻ്റെ സൂചന. വി ഡി സതീശന് തന്നെ ഇത് അപകടമാകും എന്നാണ് അങ്ങ് പറഞ്ഞു. വി ഡി സതീശനാണ് ഇപ്പം ഞാൻ ഇപ്പം തന്നെ സ്വയം ആലോചിക്കുക, കഴിഞ്ഞ 2 ദിവസം നടന്ന ചർച്ച ആർക്കാ ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിച്ചത്? സതീശന് തന്നെയാണ് പരിക്കേൽപ്പിച്ചത്. കാരണം ജമാഅത്തിന് കീഴടങ്ങുന്നു, ലീഗിന് കീഴടങ്ങുന്നു, വലിയ വ്യാപകമായിട്ടുള്ള പ്രചരണമായി. അപ്പം അതുകൊണ്ട് സതീശൻ തന്നെ ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സതീശനെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അതെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയമായിട്ടാണ് ഞാൻ വിമർശിച്ചത്. ഇപ്പം സതീശനെ തന്നെ നമ്മൾ വ്യക്തിപരമായ സതീശനെ നമ്മൾ എടുത്തു നോക്കിയ സ്വയമാണ്. സതീശൻ 5 തവണ MLA. സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സതീശൻ ഒരു വാഗ്മിയാണ്. സതീശൻ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ആളാണ്. ഇപ്പം ഞാനും സതീശനും തമ്മിലുള്ള അനുഭവം തന്നെ ഞാനൊന്ന് പറയട്ടെ. സതീശൻ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തനായത് എപ്പോഴാണ്? തോമസ് ഐസക്കിനെ ഓൺലൈൻ ലോട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരസ്യ വിവാദത്തിൽ പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും വിവരങ്ങളും എൻ്റെ വീട്ടിൽ വന്നാണ് സതീശൻ മേടിച്ചുകൊണ്ട് പോയത്. ഒരു അർദ്ധരാത്രി സതീശൻ ഒരു 1.5 മണിക്കൂർ എൻ്റെ വീട്ടിൽ വന്നിരുന്നിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PS-ൻ്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് ഈ ഓൺലൈൻ ലോട്ടറിയുടെ വിഷയം മുഴുവൻ അന്ന് ഞാനാണ് എടുത്തുകൊണ്ടത്. അതിന് മടിയില്ല, പഠിക്കാൻ മടിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ സതീശന് ഭരണരംഗത്തിരുന്നൊരു പരിചയമില്ല എന്നുള്ളതൊരു വലിയ വീഴ്ച തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ വീഴ്ച ഉണ്ടെന്ന് പറയുമ്പോഴും സതീശന് ഒരു ധനമന്ത്രി സ്ഥാനം എന്നൊക്കെ പറയുന്നത് വലിയ സാധ്യതയാണ്. എന്ന് മാത്രമല്ല സതീശൻ ആ നിലയിൽ 14 വയസ്സേ ഇപ്പോൾ സതീശനുള്ളൂ. ഒരു 5 വർഷം കൂടെ സതീശന് കാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സതീശൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാവുന്ന വലിയൊരു സ്പേസ് ഈ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി സ്ഥാനം എന്നുള്ള നിലയിൽ നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്നത് എടുത്ത് ഉപയോഗിക്കാതെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇപ്പോൾ പോയാൽ ഈ വാളെടുത്ത് നിൽക്കുന്ന ഒരു CPM ആണ് അപ്പുറത്ത് നിൽക്കുന്നത്. നമ്മൾ സതീശനെ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളൊരു മുഖ്യമന്ത്രിയായി കരുതുന്നു എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെയുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ലീഗിൽ നിന്ന് കണ്ടത്. അല്ല സോമൻ, ഞാനതിനകത്ത് കൂടുതൽ തർക്ക വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ലെങ്കിലും സോമൻ പറഞ്ഞ ഈ ഒരു അഭിപ്രായം പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ ജമാഅത്ത് ഇതുപോലുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ക്യാമ്പയിന് വലിയ പങ്കുണ്ടെന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത്. അതായത് മലബാറിൽ നിന്നും ഒരു പ്രത്യേക ഭാഗത്തു നിന്നൊക്കെയുള്ള പിന്തുണയാണ് അയാൾക്ക് അതിശക്തമായി വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു എല്ലായിടത്തും പരന്നു കിടക്കുന്ന ഒരു പിന്തുണയല്ല എന്നുള്ളൊരു വസ്തുതയാണ്. പിന്നെ നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് വിശേഷം. ആയിക്കോട്ടെ, ആവാം, നിലപാടുകളുടെ രാജകുമാരൻ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ അതിൻ്റെ വിശദാംശങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിനകത്തൊക്കെ ചില പുഴുക്കുത്തുകളൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഈ നിലപാടുകളുടെ രാജകുമാരന് ഭരണരംഗത്ത് വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ VS അച്യുതാനന്ദൻ്റെ കാര്യം തന്നെ നമ്മൾ കണ്ടു. VS അച്യുതാനന്ദൻ ഇതിനേക്കാൾ 10 ഇരട്ടി 100 ഇരട്ടി വലിയ നിലപാടുകളുടെ രാജകുമാരനായിരുന്നു. ഭരണം വന്നപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. ഞാൻ പറയുന്നത് അതുപോലെ ഇയാളും കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളൊരർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതൊക്കെ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം രമേശ് ചെന്നിത്തലയെ കുറിച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 10 വർഷക്കാലം അയാൾ KPCയുടെ പ്രസിഡൻ്റായിട്ടിരുന്നു. അയാൾ KPCയുടെ പ്രസിഡൻ്റായി വരുന്ന സമയത്ത് കർണാരം പോലും പോയ സമയത്താണ് അയാൾ KPCയുടെ പ്രസിഡൻ്റ് ആവുന്നത്. ആ KPC പ്രസിഡൻ്റായിട്ടിരുന്നപ്പോഴത്തേക്കും ആദ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു. ഇതൊക്കെ ഒരു വലിയ അനുഭവമാണ്. 1. 2, അയാൾ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴത്തേക്ക് ചെയ്ത കാര്യമുണ്ട്. ഈ ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞിട്ട് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ അയാൾ നടത്തി. എന്ന് മാത്രമല്ല TP ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ പ്രോസിക്യൂഷൻ നടപടികളും അയാൾ ഇരുന്നപ്പോഴാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വാളെടുത്ത് നിൽക്കുന്ന ഒരു CPM അപ്പുറത്ത് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന CPMനെ ഒരു മൂലയ്ക്കിരുത്തണമെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനത്തിൽ ഇയാൾ ആഭ്യന്തരമന്ത്രിയായിട്ടും ഇയാൾ ധനകാര്യമന്ത്രിയായിട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർണായകമായൊരു സ്ഥാനത്തുണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. നിർണായകമായിട്ടുള്ള സ്ഥാനത്തുണ്ടാവണം. കാരണം എന്താ? പ്രായം കൂടി അല്ല ഞാൻ പറഞ്ഞത് പ്രായത്തിൻ്റെ ഇപ്പോൾ പ്രായം നമുക്കിപ്പോൾ കുറയ്ക്കിപ്പോൾ എനിക്ക് 64 വയസ്സ്, നാളെ 63 നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ സമയമാണ്, CPMൻ്റെ ഒരു 10-25 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ TP ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ അന്വേഷണമാണ് അവരുടെ അടിത്തറ ഇളകി. ഇപ്പോഴും അവരതിനകത്ത് ചുറ്റിത്തിരിയുകയാണ്. മനസ്സിലായി? അപ്പോൾ അതുപോലെ ഇച്ഛാശക്തിയുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇയാൾ ധനകാര്യമന്ത്രിയും വളരെയേറെ രാഷ്ട്രീയ പാരമ്പര്യവും ഭരണപരിചയവുമുള്ള ഇപ്പം രമേശ് ചെന്നിത്തല
കീഴടങ്ങലിൻ്റെ ആളാണെന്ന് പറയുന്നത് എന്ത് തെളിവാണ് ഇതിനുള്ളത്? അയാൾ 2016, 2021 കാലഘട്ടത്തിലല്ലേ പിണറായി വിജയന് ഒരു ഡസൻ തവണയെങ്കിലും അയാൾ മുട്ടുകുത്തിച്ചിട്ടുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് സതീശൻ പോയാൽ അത് ഈ പാർട്ടിയെ പൂർണ്ണമായി അണ്ടപടലം പ്രശ്നത്തിലാക്കില്ലേ? അല്ല സോയ്മോനെ, ഞാൻ പറയുന്നത് അതൊന്നും അതൊന്നും ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. അത്തരം വാദഗതികൾ എന്നൊക്കെ പറയുന്നത് തന്നെ തെറ്റാണ്. അങ്ങനെയുള്ള മുദ്രാവാക്യം തന്നെ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ജയിക്കാൻ പോകുന്നത് പിന്നെ ഒരാളുടെ ക്രെഡിറ്റ് കൊണ്ടാണ് എന്ന് വരുത്തുക എന്നുള്ളതാണ് ആ മുദ്രാവാക്യത്തിൻ്റെ ലക്ഷ്യം. അതല്ല, ഇവിടെ കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം കൊണ്ട് അല്ലേ ജയിച്ചു വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അയാൾ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു എന്ന് പറയുന്നു. ഞാൻ നടത്തിയ പ്രവർത്തനവും ഇതിനകത്ത് ചെറിയ പങ്ക് വഹിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ഉമേഷ് ബാബു നടത്തിയ പ്രവർത്തനം പങ്കുവഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജോസഫ് മാത്യു നടത്തിയ പ്രവർത്തനം വന്നിട്ടില്ല. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണ് ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറയുന്നത് അത് എന്നിലേക്ക് ചുരുക്കുന്ന ഒരു എട്ടുകാലി മമ്മൂഞ്ഞിയൻ തിയറിയാണത്. മനസ്സിലായി? അതൊന്നും കേരളത്തിൽ നിലനിൽക്കില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയം ആത്യന്തികമായി തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ ആണെന്ന് പറയുന്നത് വലിയ തെറ്റാണ്. കാരണം എന്താണെന്നറിയാം, ഇപ്പം നാളെ മുഖ്യമന്ത്രിയായി ഇയാളൊരു വലിയ പ്രതിസന്ധിയിലോട്ട് എത്തുമ്പോഴൊന്നും ഈ സോഷ്യൽ മീഡിയ അവിടെ കാണത്തില്ല, സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ടും കാണത്തില്ല. അപ്പം നമ്മൾ തീരുമാനമെടുക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ തീരുമാനമെടുക്കേണ്ട രണ്ട് കാര്യങ്ങളിലാണ്. ഒന്നെന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വർഗീയമായിട്ടുള്ളൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. അതിനെ നമുക്ക് ഒരു മതേതരത്വത്തിൻ്റെ കണ്ണിൽ കൂടെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും. രണ്ട്, എന്തും ചെയ്യാൻ തയ്യാറായി എല്ലായിടത്തും അധികാരം പോയി വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു CPM അവിടെ. ഇത് രണ്ടും കൂടെ പരിഗണിച്ചുകൊണ്ടല്ലാതെ നമ്മൾ നിലപാടിൻ്റെ രാജകുമാരനാണെന്നൊക്കെ പറഞ്ഞാൽ കസരയിലോട്ടും കൂടെ കയറി ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഇയാളുടെ കാര്യത്തിൽ തന്നെ ഇയാൾക്കെതിരെ ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ ദുരുപദേശിതമാണ്, രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇയാൾ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ഉടനെ മറ്റവന്മാർ ഈ സാധനം എടുത്തുകൊണ്ട് വരും. BJP-കാരൻ എടുത്തുകൊണ്ട് വരും ഈ സാധനം. BJP-കാരൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അന്വേഷണം നടത്തിയെന്നും അത് ചില ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് അട്ടിമറിക്കപ്പെട്ടതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് കാര്യമാണ് ഇപ്പോൾ പുനർജനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെ കൊണ്ടുവരുമ്പോൾ അൺബ്ലെമിഷ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നില്ലെങ്കിൽ അവരെടുത്തുകൊണ്ട് അല്ല, ഇവർ തമ്മിൽ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്നാൽ പിന്നെ KCക്ക് ആ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാമെന്ന് വെച്ചാലോ എല്ലാം പാളിയില്ലേ? അല്ല, അങ്ങനെ ഒന്നും നടക്കില്ല സോയ്മോനെ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ തന്നെ അവസ്ഥ എന്തായിപ്പോൾ? അല്ല, കേരളത്തിൻ്റെ വലിയൊരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ KCക്ക് പറ്റില്ല. അതെ, നേതാക്കളെ കൊണ്ടൊന്നും കാര്യം നടക്കില്ല. ഇപ്പം ഞാൻ പറഞ്ഞതെന്നറിയും, ഇപ്പം കോൺഗ്രസിന് തന്നെ അഖിലേന്ത്യാ തലത്തിലുള്ള സാധ്യത എന്താ? അല്ല, അഖിലേന്ത്യാ തലത്തിൽ ആ G20 ഒക്കെ കാലഘട്ടത്തിൽ കൊഴിഞ്ഞുപോയ വലിയൊരു നിര സീനിയർ കോൺഗ്രസ് നേതാക്കൾ, അതിനുശേഷം രണ്ടാം സ്ഥാനത്തെത്തിയ KC വേണുഗോപാലാണ് തിരികെ കോൺഗ്രസിനെ അഖിലേന്ത്യാ തലത്തിൽ ശക്തിപ്പെടുത്തിയെന്നാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് എങ്ങനെയാണ് വേണുഗോപാൽ ഇങ്ങോട്ട് വരാൻ കഴിയില്ല? ഇപ്പൊ ശക്തിപ്പെടുത്തി റെഡിയാക്കി വെച്ചു. അതെ, ഇനിയിപ്പോ കേരളം കൂടി അല്ല, ശക്തിപ്പെടുത്തി റെഡിയാക്കി വെച്ചെങ്കിൽ അത് കൂടുതൽ രാഹുൽ ഗാന്ധിയെ ശക്തിപ്പെടുത്താനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ രാഹുൽ ഗാന്ധിയുടെ ചിറകല്ലേ ഉള്ള അർത്ഥത്തിൽ. അല്ല, ഇപ്പൊ ശരിയാക്കി വെച്ച് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇനി കുഴപ്പമില്ല. അല്ല, ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും രാഹുൽ ഗാന്ധിക്ക്? ഇപ്പം ഞാൻ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു രണ്ടാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി നേരിടാൻ പോകുന്ന വലിയൊരു ഭീഷണി എന്താണെന്നറിയോ? അപ്പോൾ 4ാമത്തെ തവണ മമതാ ബാനർജി ബംഗാളിൽ ജയിച്ചു എന്ന് വിചാരിക്കട്ടെ. മമതാ ബാനർജി പറഞ്ഞ ഐ വിൽ ക്യാപ്ചർ ഡൽഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഡൽഹിയിലേക്ക് വരുന്നൊരു സാഹചര്യം അവിടെ വരാൻ പോകും. തിരികെ മമതയുടെ ഗുണ്ടകളെ പിടിച്ച് അകത്താക്കുന്ന മോദി പറഞ്ഞിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, 4-ാം തീയതി മമത ജയിച്ചാൽ അടുത്ത പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം ആവശ്യപ്പെടുവരും. അപ്പോൾ അവിടെ വലിയ ഭീഷണി അവിടെ വരും. മനസ്സിലായി? ഞാൻ പറയുന്നത് KC വേണുഗോപാലിൻ്റെത് തീർത്തും അപ്രസക്തമാണെന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അയാൾക്ക് അനുകൂലമായിട്ട് ഒരു ലോജിക്കും ഇല്ല. അയാൾക്കുള്ള ലോജിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾക്ക് അവിടെ അധികാരമുണ്ട് എന്നുള്ളതാണ് ലോജിക്ക്. അവിടെ ഡൽഹിയിൽ അധികാരമുണ്ട് എന്നുള്ള ലോജിക്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, വലിയ പ്രതിസന്ധി അതിനകത്തുണ്ട്. 2 തെരഞ്ഞെടുപ്പും കൂടെ നടത്താനുണ്ട്. അതുകൊണ്ട് വേണുഗോപാലിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. പക്ഷേ ഇന്നത്തെ കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ സാഹചര്യവും അധികാരമില്ലാത്ത CPM-ൻ്റെ ഇപ്പോഴത്തെ നിലനിൽപ്പും കൂടെ പരിശോധിക്കുമ്പോൾ ഒരു സമവായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ അവരുടെ മതേതര ക്രെഡൻഷ്യൽ, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ മതേതര ക്രെഡൻഷ്യൽസ് നിലനിർത്താൻ വേണ്ടി അവർ രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആരുടെയും പേര് നിർദ്ദേശിക്കാതിരിക്കുന്നതല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഞങ്ങൾ അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. സ്വയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയും, ഈ കേരളം ഒരു ബൈപ്പോളാർ സംസ്ഥാനമല്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉള്ളൂ. ഇവിടെ 29% മുസ്ലിങ്ങളുള്ളൂ.
ഏതാണ്ട് ഒരു 30% വരുന്നുള്ളൂ, ഏതാണ്ട് 3 വരുന്നുള്ളൂ. അല്ല, ഇപ്പോൾ 2026 സെൻസസ് 30 മുകളിൽ പോകുന്നു. ആയിക്കോട്ടെ, എന്തായാലും 30, 31 പറഞ്ഞ് എന്തായാലും 3 ഉള്ളൂ. 10-20% ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ട്. 40-40 ശതമാനം ഹിന്ദുക്കൾ ഇവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ട്രൈപോളാർ സ്റ്റേറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനമാണ്. UDF സംബന്ധിച്ചിടത്തോളം UDF ഇവരെല്ലാവരും ഇൻക്ലൂസീവായിട്ടുള്ളൊരു സമീപനമാണ് UDF എടുത്തിട്ടുള്ളത്. കാരണം UDFൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിലനിൽപ്പ് രാഷ്ട്രീയമല്ല, ഈ മതപരമാണ് എന്നുള്ളതും കൂടി നമ്മൾ കാണണം. അതുകൊണ്ട് ഇന്നത്തെ എല്ലാ മൊത്തം സാഹചര്യങ്ങളും കൂടി നോക്കിയാൽ ഇതായിരിക്കും ഉചിതമായൊരു തീരുമാനം എന്നാണ് ഞാൻ പറയുന്നത്. ആ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ ബ്രാൻഡ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയതുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ കീഴിൽ മന്ത്രിയാവാനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ കീഴിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കില്ല. സതീശനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സതീശനെ എതിർത്തിട്ടുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് എതിർത്തിട്ടുള്ളത്. വ്യക്തിപരമായിട്ട് എനിക്ക് ഒന്നുമില്ല. പിണറായി വിജയൻ്റെ അടുത്ത് പോലും വ്യക്തിപരമായിട്ട് എനിക്കൊന്നുമില്ല. പിണറായി പോകുമെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി പിണറായി വിജയനോടുള്ള വൈരാഗ്യമാണെന്നുള്ള നിലയിലൊക്കെ ചിലർ വീഡിയോകളൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒറ്റ കാര്യം പറയണം, അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. പിണറായി വിജയനെ എന്നെ ജയിലിലിട്ടതിനെതിരെ കേസ് ഞാൻ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. എൻ്റെ ഭാര്യ എന്നോട് എപ്പോഴും എന്നോട് രൂക്ഷമായി ചോദിക്കാറുണ്ട്, നിങ്ങളെന്താണ് നിങ്ങളെ ജയിലിലിട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയം മാത്രമാണ്. പിണറായി പോകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായിയുടെ രാഷ്ട്രീയം കേരളത്തിൽ നിന്ന് പോകുമെന്നാണ് ഞാൻ പറയാനുള്ളത്. അതുകൊണ്ട് സതീശനുമായിട്ട് എനിക്ക് യാതൊരു വ്യത്യസ്ത അഭിപ്രായങ്ങളും എനിക്കില്ല. ഒരു വ്യക്തിഗതമായിട്ടുള്ള കാര്യം എനിക്കില്ല. അയാൾ കഴിവുള്ള ആളാണ് എന്നുള്ളതാണ്. കഴിവുള്ള സ്ഥാനത്ത് അയാൾ ഇരിക്കുക എന്നുള്ളതാണ് ഉചിതം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.